എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം. ഇനി പതിയെ
അച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്ക് ആശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്ന് വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ
സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടകർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്ദനം സയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം. പുനാഹതം. സ്വാദിഷ്ഠാനം. പതനം, ഇടുപ്പ്. സുതലം, കാൽമുട്ട്. രസതലം, നെരിയാണി.
പാതാളം, ഭൂമി. മഹാതലം, പാദം. തലാതലം, കാൽവണ്ണ. വിതലം, തുട. മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം. മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. വലത്തോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇടത്തോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. മുമ്പോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം,
തിലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം, മുദ്ര, ജൈവ ഏകോപനം അഥവാ ഓർഗാനിക് കോർഡിനേഷൻ. ഒരേ സമയം ഒരേ താളത്തിൽ ഒരു ജൈവ ശരീരത്തിലെ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും ഓർമ്മകളും ശേഷികളും ചുറ്റുപാടിനൊത്ത് ബുദ്ധിയുടെ ഇടപെടലില്ലാതെ പരസ്പരം ഏകോപനം ചെയ്യുമ്പോഴാണ് എങ്ങും തട്ടാതെ മുട്ടാതെ മുൻപോട്ട് പോകുവാൻ കഴിയുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമുക്ക് ജനിച്ച കാലം മുതൽ ഒരുപാട് തരം കർമ്മങ്ങൾ ചെയ്ത് ഉള്ള പരിചയമുണ്ട്. ആ ചെയ്തു പോകുന്ന കർമ്മങ്ങളുടെ കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. അതൊക്കെ കൃത്യമാണോ ചെയ്യുന്നത് എന്നുള്ള സംശയങ്ങളൊന്നുമില്ല. അതൊക്കെ കൃത്യമായിരിക്കില്ല, ചില ഭാഗങ്ങളിലൊന്നും കൃത്യമായിട്ടില്ല എന്നുള്ളത് ഈ കോട്ടക്കാർവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മനസ്സിലാവും. പക്ഷെ സാധാരണ രീതിയിൽ എങ്ങനെ ശരിയ കേടുവരാൻ പാകത്തിലുള്ള ഒരു അനുഭവം നമുക്ക് വന്നാൽ പോലും തിരിച്ചറിയാനുള്ള വഴികളില്ല. പണ്ട് ഗുരുകുല സംവിധാനങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഗുരുക്കന്മാര് നൽകുന്ന ചില യാത്രകളിലൂടെ, വഴിയാത്രകളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാറുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള സംവിധാനമില്ല. കാരണം നമ്മളൊരു ഒരു സ്റ്റാൻഡർഡൈസ്ഡ് എഡ്യൂക്കേഷനിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി തന്നെയാണോ കൊണ്ടുപോകുന്നത് എന്ന് അറിയാനുള്ള സംവിധാനം സത്യത്തിലില്ല. നമ്മുടെ ശരീരത്തില് ഇപ്പോ കാലുകൾ എടുക്കുക, കാലുകൾ ഒന്ന് മുമ്പോട്ടും ഒന്ന് പുറകോട്ടും പോകുമ്പോൾ കൈകൾ അതിനനുസരിച്ച് മറ്റൊരു ദിശയിലേക്ക് വീശി പോകുമ്പോഴാണ് നമുക്ക് ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റുക. ഇതുപോലെ ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും, ഇപ്പൊ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈ, കാല്, പിന്നെ അതുപോലെ എൻ്റെ തല, എൻ്റെ ബുദ്ധി, എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, ഇവയെല്ലാം തമ്മിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് വിനിമയം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതില് ഈ അവയവങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കും. അവയവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ശരീരത്തിന്റെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഒരു കർമ്മം ചെയ്യുന്നത്, ആ ചെയ്യുവാൻ നിയുക്തമായവയാണ് കർമ്മങ്ങൾ.
കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഇതുവരെ കുറച്ചു നേരം കേൾക്കുന്നില്ല. ഓക്കെ. ഇടയിൽ ഒരു ഫോൺ വന്നതാണ്. അപ്പൊ ഈ പരസ്പരമുള്ള കോർഡിനേഷൻ ഉണ്ടല്ലോ, ഇവ തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്ന അവയവങ്ങൾ തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അവയവങ്ങൾ ആകട്ടെ നമ്മുടെ കർമ്മങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നവയാണെങ്കിൽ അവയെ സപ്പോർട്ട് ചെയ്യുന്നവയാണ് ഇന്ദ്രിയങ്ങൾ. എന്താണ് നമ്മുടെ പരിസരം, എന്തൊക്കെയാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ചുറ്റുപാടിൽ നിന്നും കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇന്ദ്രിയങ്ങളുടെ വഴിയെങ്കിൽ ഇതിനു മുമ്പ് എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതാണ് ഓർമ്മയുടെ വഴി. ഞാൻ എപ്പോഴും ഈ ഇടതുവശം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്ന പ്ലെയിനിന്റെ ചിത്രീകരണത്തിൽ നമ്മളത് ഇടതുവശത്താണ് ആ ഓർമ്മയുടെ ഭാഗത്തെ വെച്ചിട്ടുള്ളത്. സ്മൃതി എന്ന് പറയുന്ന ഭാഗം. ആ സ്മൃതികളുടെ കാര്യത്തിൽ സ്മൃതികൾ നിൽക്കുന്ന ആ ഭാഗത്ത് നിന്നും വേണ്ടുന്നവയെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്, എന്താണ് ഇതിനു മുമ്പ് നടന്നത് എന്നുള്ളത് ഓർക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ സ്വത്വേന്ദ്രിയം എന്നുള്ളൊരവസ്ഥ, ആന്തരികമായിട്ടുള്ള ഇന്നേറ്റ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരവസ്ഥ. മനസ്സിന്റെ ഏറ്റവും അകത്തുള്ള തലം, നമ്മുടെ സത്തയുടെ ഏറ്റവും അകത്തുള്ള തലം എന്ന് പറയുന്നത്, സത്തയുടെ തലം വരെയാണ് ഞാൻ പറയുന്നത്. സത്താതീതമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, അതിനുള്ള പരമേന്ദ്രിയം എന്ന് പറയുക. അതവിടെ ഇരിക്കട്ടെ. സ്വത്വേന്ദ്രിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, ഇന്നേറ്റ് കോൺഷ്യസ്നെസ്സിന്റെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മുടെ ഫാക്കൽറ്റികൾ, ആന്തരിക ശേഷികൾ വെളിപ്പെടുന്നത്. ഈ ശേഷികൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും കൊണ്ടായില്ല. ഇത് നമ്മൾ പുറത്ത് നമുക്ക് ചുറ്റും ഒരു ചുറ്റുപാട്, ഒരു പരിസരമുണ്ട്. ഞാനെന്നുള്ള വ്യവസ്ഥ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത്, എൻ്റെ നിലപാടുതറയാകുന്നത് അല്ലെങ്കിൽ എൻ്റെ ഭൂമികയാകുന്നത് ഈ ചുറ്റുപാടാണ്. അപ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന ദ്രവ്യങ്ങളും ഞാനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൽ ഞാനെന്നുള്ളതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഈ ചുറ്റുപാട് മാറുമ്പോഴാണ് അത് എൻ്റെ വിവിക്തേന്ദ്രിയമായി മാറുക. ഞാൻ പറയുന്നത് നിങ്ങൾ സാഗൂതം കേൾക്കുന്ന സമയത്താണ് നിങ്ങൾ എൻ്റെ തന്നെ വിവിക്തേന്ദ്രിയമായിട്ട് മാറുന്നത്. അതുവരെയും നിങ്ങളോ ഞാനോ ബുദ്ധി കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ റിമോട്ടായിട്ടുള്ള ഒരു എൻറ്റിറ്റി പോലും അല്ല. നമ്മൾ പാരസ്പര്യത്തിലാകുമ്പോഴാണ്, നമ്മൾ അഭിമുഖത്തിലാകുമ്പോഴാണ് ഇതിങ്ങനെയാവുക. അപ്പോൾ ചുറ്റുപാടും നമുക്ക് ഒരുപാട് വസ്തുക്കളുണ്ട്. അവ നമ്മുടെ വിവിക്തേന്ദ്രിയങ്ങളായിട്ട് മാറുന്നു. ഇതിനെയൊക്കെ അപ്പുറത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ജന്തുക്കളുടെ ശരീരത്തിൽ, ജീവികളുടെ എല്ലാത്തിൻ്റെ അല്ല, ജന്തുക്കളുടെ ശരീരത്തിൽ ഈ മസ്തിഷ്കം എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇവയെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ ഈസി പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഇവയെല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും മനുഷ്യനെ പോലെ ഭാവനാത്മകനായ ആളുകളുടെ അകത്ത് ഉള്ള ഈ ഒരു ഉപകരണത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തോട് ബന്ധമില്ലാത്ത രീതിയിൽ പെരുമാറും. ഇത് മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷി ഈ മസ്തിഷ്കത്തിനുണ്ട്. അമിഗ്ഡാലയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ, അതിന് സെർബൽ കോർട്ടക്സിന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനും ഭാവന ചെയ്യുന്നതിനെ മൂർത്തവൽക്കരിക്കാനുമുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഭാവന ചെയ്യുക, മൂർത്തവൽക്കരിക്കുക, മൂർത്തരൂപങ്ങൾ ഇല്ലാതെ തന്നെ ഭാവന ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ലാതെ അതിന് സെൽഫ് സ്റ്റാൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ പോകുമ്പോൾ അതിന് പരസ്പരം എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യാൻ കഴിയണം എന്നൊന്നുമില്ല. പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്ന വിധമാണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തമ്മിൽ നിൽക്കുന്നതെങ്കിൽ ബുദ്ധിക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്, സാഹചര്യമില്ല, അല്ലെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വമില്ല. അതിനൊരു സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെ വേണമെങ്കിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു ചിലന്തി വലയുടെ ഒരു കണ്ണിയിൽ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുകയാണെങ്കിൽ ചിലന്തി വല മൊത്തം കിടന്നനങ്ങും. ഇത് പരസ്പരമുള്ള ബന്ധത്താൽ ഉണ്ടാകുന്ന ജാലം മൂലമാണ്. ആ ഒരു ജാലികയായി അത് നിൽക്കുന്നത് കൊണ്ടാണ്. അതിൽ നിന്നും വ്യത്യസ്തനായിട്ട്, അതിൽ നിന്നും വേറിട്ട് ഒരു കാര്യം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് ചലിച്ചാൽ ബാക്കിയുള്ളത് ചലിക്കണമെന്നില്ല.
മറ്റുള്ളവയുമായിട്ട് പരസ്പരം ബന്ധമാകുന്നത്. അതുകൊണ്ട് ബുദ്ധി ഇതിൽ നിന്നും വേറിട്ടാണ് പലപ്പോഴും നിൽക്കുക. അപ്പോ അവയവങ്ങളാകട്ടെ, അതായത് കർമ്മേന്ദ്രിയങ്ങളായിട്ട്, ജ്ഞാനേന്ദ്രിയങ്ങളായിക്കോട്ടെ, സ്മൃതീന്ദ്രിയങ്ങളായിക്കോട്ടെ, സ്വത്വേന്ദ്രിയങ്ങളായിക്കോട്ടെ, വിവിക്തേന്ദ്രിയങ്ങളായിക്കോട്ടെ, ഇവ എല്ലാം പരസ്പരം ചേർന്നിണങ്ങി നിൽക്കുന്നതിന് വിഘാതമാകുന്നത് അതാത് ഇന്ദ്രിയ തലങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജൻസ് കൊണ്ടാണ്. മസ്തിഷ്കം തന്നെ ആകണമെന്നില്ല, ആ ഇന്റലിജൻസ് എന്നുള്ള സംഭവം അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള തന്ത്രപരമായ ഒരു സമീപനം മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവയെല്ലാം പരിഗണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതിനില്ല എന്നത് കൊണ്ട് തന്നെ ഇവയെല്ലാം പരസ്പരം കോർഡിനേറ്റ് ചെയ്യാൻ അതിന് പറ്റിക്കൊള്ളണമെന്നില്ല. കോർഡിനേറ്റ് ചെയ്യില്ല എന്നല്ല പറയുന്നത്, അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബുദ്ധിയുടെ ഇടപെടൽ ഉണ്ടാകുന്നിടത്തെല്ലാം തന്നെ ഈ കോർഡിനേഷനിൽ പലപ്പോഴും ഇളക്കം തൊട്ടും. എന്തൊക്കെയാണോ ഇപ്പോൾ വേണ്ടത് മാത്രം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതും ആണ് ബുദ്ധി ചെയ്യുക. ബോധം അങ്ങനെയല്ല. ബോധം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നതെങ്കിൽ എൻ്റെ പരിസരത്തുള്ള മുഴുവൻ വസ്തുക്കളുമായും ചേർന്നിരിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം ബോധം ഉണ്ടാകുന്നത് അനുരൂപനത്തിൽ നിന്നാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുക്കളിലും ചേർന്നിണങ്ങി നിൽക്കുമ്പോൾ എന്നിൽ ഉണരുന്ന പുതുബോധമുണ്ടല്ലോ, ആ ബോധം എൻ്റെ പരിസരവുമായിട്ടുള്ള അനുരൂപനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ആ അനുരൂപനം എന്നതിനോട് ഉത്തരവാദിത്വം ഇല്ലാത്തതാണ് ബുദ്ധി. കാരണം അവിടെ എന്താണോ ഇപ്പോൾ വേണ്ടത് അതിലേക്ക് മാത്രം പോകുന്ന ഒരു ആന്റിസിപ്പേറ്ററി ആയിട്ടുള്ള ഒരു യാത്ര മാത്രമാണ് ബുദ്ധിക്ക് ഉണ്ടാവുക, യുക്തേന്ദ്രിയം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് ഉണ്ടാവുക. അപ്പൊ മറ്റിന്ദ്രിയങ്ങളെല്ലാം തന്നെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധി അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കോർഡിനേഷന്റെ ഇടയിലെല്ലാം കയറിയിരിക്കും, ഈ കോർഡിനേഷനെ തെറ്റിക്കും. അതുകൊണ്ടാണ് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് സമഗ്രമായി കാര്യങ്ങളെ കാണാൻ കഴിയാത്തതും പ്രവർത്തനത്തിൽ ഇത് കൊണ്ടുവരാൻ കഴിയാത്തതും. അപ്പോൾ മനസ്സിലാക്കുക, ജൈവ ഏകോപനം എന്ന് പറയുന്നത് ജീവൻ എന്ന് വെച്ചാൽ സ്വയം നിർദ്ധാരണ സംവിധാനമാണ്, സ്വയം പരിചരണ സംവിധാനമാണ്, സ്വയം സംരക്ഷണ സംവിധാനമാണ്. ഈ സ്വയം സംരക്ഷണ, സ്വയം പരിചരണ, സ്വയം സംഘാടന സംവിധാനത്തിനകത്തേക്ക് ബുദ്ധിയുടെ സാന്നിധ്യം വരുമ്പോൾ ഈ സത്തയുടെ, ഈ ജീവിയുടെ അല്ലെങ്കിൽ ഈ വ്യവസ്ഥയുടെ പരസ്പരമുള്ള കോർഡിനേഷനിൽ മാറ്റം വരും. എന്നുവെച്ചാൽ പ്രകൃതി അതിനൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട്. ആ ഡിസൈൻ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാതെയാകും. അങ്ങനെ പ്രവർത്തിക്കാതെ വരുന്ന സമയത്ത് ഈ തമ്മിലുള്ള കോർഡിനേഷൻ, തമ്മിലുള്ള ഒരുമിച്ചുള്ള ചേർന്ന് ഇഴുകിക്കൊണ്ടുള്ള ഏകദാനമായ ഒരു പ്രക്രിയ മുൻപോട്ട് വയ്ക്കാൻ കഴിയാതെ വരും. മനുഷ്യരിലാണ് ഇത് ഏറ്റവും അധികമായിട്ട് കാണുന്നത്. എന്നാൽ മൃഗങ്ങളിലും അത് കാണുന്നുണ്ട്. മനുഷ്യരുടെ സ്വാധീനമുള്ള മൃഗങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ കാണുക. അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വാധീനമുള്ള സസ്യങ്ങളിലും ഇത് കാണാറുണ്ട്. നമ്മൾ ലബോറട്ടറിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ചെടികളിലും നമ്മൾ കെട്ടിയും വലിച്ചും തിരിച്ചും ഒക്കെ സ്വാഭാവിക പ്രക്രിയയെ മാറ്റം വരുത്തുന്ന സസ്യങ്ങളിലും ഒക്കെ ഇത് കാണാറുണ്ട്. അപ്പോ ബുദ്ധിയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ അതിന്റെ സഹജമായ വഴി മാറും. നമ്മളെ അന്വേഷിക്കുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ ജീവിതത്തെ വിരചിക്കുന്ന സമയത്ത് അതിനകത്ത് ബുദ്ധിയുടെ സാന്നിധ്യം അധികമായോ അനുചിതമായോ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബോധത്തിലേക്ക് ഇവയെല്ലാം വിട്ടുകൊടുക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കുക. ആ ശ്രദ്ധയുണ്ടായി കുറച്ചു കാലം പോയി കഴിയുമ്പോൾ പിന്നെ ആ വഴി അങ്ങ് പൊക്കോളും. ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. ബുദ്ധി ഉപയോഗിക്കാതെ ഉപബോധത്തിനും അവബോധത്തിനുമായിട്ട് അതിനെ വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തെ അതുപോലെ അവബോധത്തിന് വിട്ടുകൊടുത്തിട്ട് ബുദ്ധിയുടെ സ്വാധീനത്തെ മാറ്റി നിർത്തി വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ഈ സംഭവത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രസകരമായ ഒരു ജീവിതം ഉണ്ടാകും. അതല്ല ബുദ്ധിക്കാണ് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതെങ്കിൽ പ്രകൃതി ഒരുക്കിയ ആ സഹജമായ, സ്വാഭാവികമായ, നൈസർഗികമായ ആ ഒരു ഏകോപനവും അതിൻ്റെ പ്രവർത്തനത്തിന്റെ ചാരുതയും അവയ്ക്ക് ചുറ്റുപാടുമായി ചേർന്നിണങ്ങി പോകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമാധാനവും നഷ്ടമായി എന്ന് വരും. ശ്രദ്ധയുണ്ടാകട്ടെ. സുസ്ഥിര ജീവിത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഒരു ബോധ്യമുണ്ടാകുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾക്കും അത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you.
sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you.
തിരികെ വരാം. ഇന്നത്തെ നിരൂപണങ്ങളിലേക്ക് കിടക്കാം. കൃഷ്ണ പറയട്ടെ. നമസ്കാരം. കോട്ടയക്കാർവിന്റെ പിന്നിലുള്ള തത്വത്തെ പറ്റിയായിരുന്നു ഇന്നത്തെ പ്രഭാഷണം. അത് വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ്. നമ്മുടെ ബുദ്ധിയും നൈസർഗികമായ താളവും അതിൽ ബുദ്ധിയുടെ ഇടപെടലുകൾ ഉണ്ടാക്കുന്ന മാറ്റവും വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. കുറേയൊക്കെ എനിക്ക് മനസ്സിലായി. ബോധവും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം വളരെ നന്നായിട്ട് വിശദീകരിച്ചു. ഉദാഹരണം തന്നതും വളരെ നന്നായിരുന്നു. വളരെ നന്ദി. ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ അറിയാൻ പറ്റുമെന്ന് കരുതുന്നു. ബിജു. നമസ്കാരം. ഇവിടെ മനോഹരമായ ഒരു സെഷനായിരുന്നു. വളരെയധികം പ്രയോജനമുള്ളതും നമ്മുടെ വളരെ പ്രസക്തമായ ഒരു വിഷയമായിട്ട് തോന്നി. ബോധം, അവബോധം, ബുദ്ധി, ഇവയുടെ ഇടപെടൽ, ബുദ്ധിയുടെ തള്ളിക്കയറ്റം, അവബോധം, അവബോധം മാത്രം ആയി ചലിച്ചുകൊണ്ട് ബുദ്ധിയുടെ ഇടപെടൽ ഇല്ലാതെ വ്യവഹാരിക കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയാൽ അത് ഏറ്റവും നന്നായിരിക്കുമെന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഈ വലിയ പെരുവെള്ളപ്പാച്ചിലിന്റെ യഥാസമയത്ത് ശ്രദ്ധയോടുകൂടി ഈ ബുദ്ധിയുടെ ഇടപെടലിനെ ചെറുക്കുക, വാസന, ഇന്ദ്രിയങ്ങളുടെ തള്ളിക്കയറ്റം, പ്രത്യേക പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ് വ്യവഹാരിക അന്തരീക്ഷം പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന വിവേകത്തോടു കൂടി ബുദ്ധിയെ നമുക്ക് എങ്ങനെ മാറ്റി നിർത്താം? അതിലെന്തെങ്കിലും പ്രായോഗിക നിർദ്ദേശങ്ങൾ അങ്ങേക്ക് പറയാനുണ്ടോ? അതിന് അതൊരു പരിശീലനത്തിലൂടെ അല്ലാതെ എല്ലാവരെയും ക്രമീകരിക്കുക സാധ്യമല്ല. എല്ലാവരെയും ക്രമീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഒരു പരിശീലനത്തിലൂടെ മാത്രമേ ഈ വഴക്കം കിട്ടാൻ സാധ്യതയുള്ളവരെ പോലും നമുക്ക് ക്രമീകരിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ഒരു പരിശീലന പരിപാടിയാണ് കോർട്ടെക്കാർവ് എന്ന് പറയുന്നത്. ബ്രെയിൻ ബാലൻസിങ്ങും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് അത് ബുദ്ധിയുമായി കോർഡിനേറ്റ് ചെയ്യുന്നത്. കാരണം ബുദ്ധിക്ക് ഇത് മനസ്സിലാകാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധി കയറി ഇടപെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ബുദ്ധിയുടെ ഇടപെടൽ ഇല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ ബുദ്ധിക്ക് ഇവിടെ ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ബുദ്ധിയെ പഠിപ്പിക്കണം. അപ്പൊ ബുദ്ധിയെയും ബോധത്തെയും ശരീരത്തെയും ശരീരത്തിന്റെ ഓരോ തലങ്ങളെയും അത് വസ്തുക്കളോട്, വസ്തുതകളോട്, സാഹചര്യങ്ങളോട്, നിയതാവസ്ഥകളോട് ഒക്കെ പ്രതികരിക്കാനുള്ള ഒരു പ്രാക്ടീസിലൂടെ പോകണം. അതിനെയാണ് സത്യത്തിൽ ഈ ചയോഗം എന്ന് പറയുന്നത്. ചയോഗ സാധന അതിനു വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം തമ്മിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന, തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് കോർട്ടെക്കാർവ് നമ്മളിപ്പോ നമ്മുടെ പരിശീലന പരിപാടികളിലൊക്കെ, പരിശീലന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈനായിട്ട് നടത്തുന്ന പരിപാടിയിലൊക്കെ കോർട്ടെക്കാർവിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മതിയാവില്ല. അത് നേരിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട്, ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അത് കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു 5 പേരിൽ കൂടുതൽ ഉണ്ടാവണം. 10-30 പേരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഒരു വിതരണ സംവിധാനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ സ്ട്രക്ചർ എന്താണ് എന്ന് പോലും മനസ്സിലാവണമെങ്കിൽ ഒരു 30 പേരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വെച്ച് അത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ചാലഞ്ചസ് ഉണ്ട് അതിന്. കാരണം ഒരു വ്യക്തിയിൽ അങ്ങനെ കയറി ആപേക്ഷികമായിട്ടല്ലാതെ, ആപേക്ഷികം എന്ന് വെച്ചാൽ വേറെ ഒന്നുമായിട്ട് താരതമ്യം ചെയ്തിട്ടില്ല, ഒട്ടേറെ കാര്യങ്ങളുമായിട്ട് ഒരു സമയത്ത് താരതമ്യം ചെയ്തുകൊണ്ട് അതിന്റെ നിലയും നിലപാടും വ്യക്തമാക്കി കൊടുത്ത് അത് പ്രവർത്തിക്കുന്ന രീതി ബോധ്യമാക്കി കൊടുത്ത് ഓരോ വസ്തുവിനോടും വസ്തുതകളോടും നാം എങ്ങനെയാണ് ഇടപെടുന്നത്, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നത് ബോധ്യപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ആണ് അത് നമ്മൾ ചെയ്തു പോകുന്നത്. അല്ലാതെ ഒറ്റയടിക്കത് മനസ്സിലാവുന്ന കാര്യമല്ല. ഒരു പക്ഷേ പണ്ട് ഈ ഒരുപാട് ജോലികളിലൂടെ കടന്നു വന്ന് അധ്യയനം നടത്തിയിട്ടുള്ള ഗുരുകുല സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിട്ടുണ്ട്.
എന്റെ ഉറച്ച വിശ്വാസം ഇത് സാധ്യമായിട്ടുണ്ട്. കാരണം ഞാനൊരു ഗുരുവിന്റെ ശിഷ്യനാണ്, മണിയേട്ടന്റെ ശിഷ്യനാണ്. അപ്പോ നമ്മുടെ ഗുരുകുലത്തിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ എനിക്ക് കിട്ടിയ, അവിടെ നമ്മൾ ഈ പഴയ കാലത്തെ പോലെ അവിടെ താമസിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം അല്ല. ഞങ്ങൾക്ക് അവിടെ ഞായറാഴ്ച മാത്രമേ പ്രവേശനമുള്ളൂ. എന്നിട്ട് പോലും അവിടെ നിന്നും അത് കിട്ടിയിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്ന് ഇത്രയും കാലം പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ ഒരു ദിവസം പോയാൽ കിട്ടും, ആ ഒരു ദിവസം പോയാൽ കിട്ടും. അപ്പൊ ആ ഒരു മാറ്റം ഞാൻ അനുഭവിച്ചതാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു, അത് പോയതാണ് ഇതിലൊരു വലിയ പ്രശ്നം. പിന്നെ നമ്മൾ മണ്ണുമായിട്ടുള്ള ഇടപെടൽ, കൈക്കോട്ടുമായിട്ട് ഇടപെടൽ, ഉപകരണങ്ങളുമായിട്ട് ഇടപെടൽ നമുക്ക് കൃത്യമായിട്ടില്ല. വരുന്ന സാഹചര്യത്തിനടുത്ത് വീണ്ടും വിധമെല്ലാം ഉപയോഗിക്കുന്ന ഒരു രീതിയില്ല. നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലൂടെ, യൂണിഫൈഡ് കോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് മാത്രമേ മനസ്സിലാവുള്ളൂ. വീണ്ടും വിധമെല്ലാം വേണ്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം അതിന്റെ ഉപയോഗക്രമത്തിൽ മാറ്റം വരുത്തി ഉപയോഗിക്കുന്നു. ഇപ്പൊ കൈക്കോട്ട് പാടത്ത് എല്ലാ പാടവും ഒരുപോലെ ആയിരിക്കില്ല, പാടവരമ്പ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല, ഓരോന്നും ഓരോ തരത്തിലായിരിക്കും. അവിടെയെല്ലാം നമ്മളിത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് വ്യത്യസ്ത തരത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് ശരീരം വഴങ്ങേണ്ടതുണ്ട്, ബുദ്ധി വഴങ്ങേണ്ടതുണ്ട്, ബോധം വഴങ്ങേണ്ടതുണ്ട്. ഇതുപോലെ ഓരോ കാര്യത്തിലും കിച്ചൺ സ്കിൽ എന്ന് ആലോചിച്ച് നോക്കുക. കിച്ചൺ സ്കിൽ എന്ന് പറയുന്നത് അടുക്കളയിൽ നമ്മൾ ഈ സംഭവത്തെ പ്രായോഗികമാക്കുന്നുണ്ട് ഒരു വിധമൊക്കെ. പക്ഷെ അവിടെയും നമ്മൾ പാറ്റേണൈസ് ചെയ്തു പോയി. അതിന് കാരണം അടുപ്പ് കത്തിക്കലില്ല, സ്റ്റൗ കഴിഞ്ഞു, സ്റ്റൗ കത്തി, അമർത്തല് സ്റ്റൗ കത്തി. നമുക്ക് അവിടുത്തെ സങ്കേതങ്ങളുമായിട്ട് എന്നുവെച്ചാൽ നമ്മൾ സങ്കീർണ സങ്കേതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സങ്കേതത്തെ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി, നമ്മൾ സങ്കേതമാകേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആ കോർഡിനേഷൻ സംഭവിക്കില്ല. അപ്പൊ ഇതുപോലെ ജീവിതത്തിലെ ഒട്ടേറെ കാര്യങ്ങളിൽ ഇത് ഉണ്ട്. അപ്പൊ നമ്മൾ മുൻപോട്ട് വെക്കുന്നത് കോട്ടക്കാർവാണ്. അത് ഈ ഗുർജിഫ് ഒക്കെ ഈ കാര്യത്തിലൊക്കെ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഗുർജിഫിന്റെ ധ്യാന പരിപാടികളെല്ലാം തന്നെ ഇതിനെ അഡ്രസ് ചെയ്യുന്നതാണ്. എന്നാൽ ഗുർജിഫിനെ എടുത്ത് ഉപയോഗിച്ച ഓഷോയ്ക്ക് ഇത് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ഓഷോയെ കണ്ടിട്ടില്ല, ഓഷോയുടെ ശിഷ്യന്മാര് പറയുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് അവരെ അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ആ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോഴ്സുകളിൽ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. കോട്ടക്കാർവ് എന്താണെന്നുള്ളത് പരിചയപ്പെടുത്തുന്നുണ്ട്. കോർട്ടേക്കാർവ് ഞാനത് അതിന്റെ ഒരു വീഡിയോ അയച്ചു തരാം. ഓക്കെ, വളരെ സന്തോഷം. ശരി, വർഗീസ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ വിഷയം ജൈവ ഏകോപനം, ഓർഗാനിക് കോർഡിനേഷൻ എന്നുള്ളതാണ്. ഇതൊരു വളരെ വിശാലമായ ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ വളരെ ചുരുക്കത്തിലാണ് ഇത് പറഞ്ഞു തരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ സംവിധാനങ്ങൾ മുഴുവനും ഒരു സിങ്ക്രണൈസ്ഡ് ഫങ്ഷനിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് ബേസ് ആയിട്ട് തന്നെ അതിന്റെ ഒരു ഓർഡർ ഉണ്ട്. നമ്മൾ താളവും ക്രമവും എന്ന് പറയുന്ന പോലെ മൊത്തം സ്ട്രക്ചറിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിലായി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷനിങ് എല്ലാം ക്രമത്തിലായിക്കൊള്ളും. അതാണ് അതിലൂടെ മാത്രമേ ആ സിങ്ക്രണൈസ്ഡ് കോർഡിനേഷൻ പറ്റുള്ളൂ, ആ ഫങ്ഷനിങ് നടക്കുകയുള്ളൂ. അപ്പൊ അത് ഒന്നിൽ മാത്രമല്ല, സ്ട്രക്ചറിൽ കോർഡിനേഷൻ ഓർഡർ വേണം. അതുപോലെ തന്നെ അതിന്റെ ആക്ഷന്, തോട്ട്സ്, ഇമാജിനേഷൻ, ഇമോഷൻ, റെസ്പോൺസ് എല്ലാത്തിലും കോർഡിനേഷൻ വരുമ്പോഴാണ് ഇത് ജൈവസത്ത അതിന്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കാൻ കഴിയുക. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് ഇവിടെ കാര്യമാക്കേണ്ട ഒരു വിഷയം മനുഷ്യന്റെ ഇന്റലിജൻസ് ആണ്. ബുദ്ധി അതിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നു എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പം ബുദ്ധിയും ബോധവും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ അവിടെയും ആവശ്യമായിട്ട് വരുന്നുണ്ട്. കാരണം അത് രണ്ടും കൂടെ ഒരേ ദിശയിലല്ല പോകുന്നത്. പക്ഷെ അതിനെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ ബോധത്തിന്റെ വഴിയിൽ തന്നെ ബുദ്ധി ഉപയോഗിക്കാം. ബോധത്തിന്റെ എവിടെയെങ്കിലും അത് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്റലിജൻസ് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, അല്ലാത്തടത്ത് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതിനെ നമ്മൾ പരിഗണിക്കാതിരിക്കുക, അങ്ങനെ ഒരു ബോധത്തിന്റെ ഇൻവോൾവ്മെന്റ്. പക്ഷെ അത് ആ ട്രെയിനിങ് ഈ പറയുന്ന നമ്മളെ സാധനങ്ങളിലൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബോധത്തിന്റെ വഴിയൂടെ പോകുമ്പം ഇന്റലിജൻസ് നമ്മൾ അതിനെ കയറി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കില്ല എന്നുള്ളൊരു ഇതാണ് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജൈവ ഏകോപനത്തിൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഏകോപനം മാത്രമല്ല, ആ സൊസൈറ്റിയുടെ ഏകോപനം കൂടി അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്.
അവിടെയാണ് നമ്മൾ കോട്ടക്കർവിന്റെ പ്രാധാന്യം അറിയുന്നത്. കോട്ടക്കർവില് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെയുള്ള എല്ലാ വിവിധ കേപ്പബിലിറ്റി ബാലൻസിങ് റേഷ്യോ ഉള്ള ആൾക്കാരെ നമ്മൾ നിർത്തും. അതിനെ പ്രാക്ടിക്കലി ആലോചിച്ചു കഴിഞ്ഞാൽ ആ ആൾക്കാരെ എല്ലാം കൂടെ ചേർന്നെങ്കിലേ ശരിക്കൊരു സൊസൈറ്റി വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. സൊസൈറ്റിയിൽ എല്ലാവരും ബുദ്ധിമാന്മാരായ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതുപോലുള്ള ഒരു പല സംഗതികളുണ്ട്. അതിൻ്റെ അകത്തെ ഓരോ ഫങ്ഷനിങ്ങിനും ഓരോ ടൈപ്പിലുള്ള ആൾക്കാരുണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞത് ഫുൾ സൊസൈറ്റിക്ക് ബാധകമാണ്. എല്ലാവരും ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. നമ്മളിപ്പോ അവരുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് അവരെ ഹനിക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി എല്ലാ മനുഷ്യർക്കും അത് ആപ്ലിക്കബിൾ ആണ്. ആ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ അതിന്റെ ആ ഫങ്ഷണലി അതിനെ ഓർഡറിൽ കൊണ്ടുവന്ന് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് സൊസൈറ്റി എഫർട്ട്ലെസ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. പക്ഷെ അതിന്ന് സാധിക്കുന്നില്ല. കാരണം ഈ ഒരു അപ്രോച്ച് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇല്ല. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതിനെ എല്ലാത്തിനും കൂടെ ഒറ്റ അച്ചിലിട്ട് വാർത്തുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഗുരുകുല സമ്പ്രദായത്തിൽ മാത്രമായിരുന്നു ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ എബിലിറ്റിക്കും ശേഷികൾക്കും അനുസരിച്ചിട്ട് അവർക്ക് ഫങ്ഷനിങ് ആക്കി കൊടുക്കുക. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ബോഡിയായിട്ട് വർക്ക് ചെയ്യും. ആ ഒരു സൊസൈറ്റി ഒറ്റ ബോഡിയായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അതാണ് ജൈവ ഏകോപനത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗമെന്ന് എനിക്ക് മനസ്സിലായി. താങ്ക് യു. ഓക്കെ, മാളു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ജൈവ ഏകോപനം വളരെ നല്ലൊരു വിശദീകരണവും അതുപോലെ അതിന് ശേഷമുള്ള എല്ലാവരുടെയും മനസ്സിലാക്കലുകളും എല്ലാം കൊണ്ടും നല്ലൊരു സെഷനായിട്ട് വരുന്നു. നമുക്ക് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെ നന്നായിട്ട് ജീവിച്ചു പോകാം ഓരോ നിമിഷവും മെച്ചപ്പെട്ട്. ഞാൻ നിലവിലുള്ള അവസ്ഥയിലും കൂടുതൽ അടുത്ത ഒരു നിമിഷത്തേക്ക് പോകുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് എത്ര നന്നായിട്ട് എൻ്റെ ചുറ്റുപാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നും എത്ര നന്നായിട്ട് എനിക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാം എന്നുള്ളതാണ്. ഇതെല്ലാം വേണ്ട വിധം ഈ ഒരു കൊടുക്കൽ വാങ്ങൽ, നമ്മളും നമ്മുടെ ചുറ്റുപാടും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ ശരിയാം വിധം നടക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ ചുറ്റുപാടിനും ഹിതകരമായിട്ടെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അത് നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും വേണ്ട വിധം എടുക്കാനും നമ്മുടെ ചുറ്റുപാടിന് വേണ്ടുന്നത് കൊടുക്കാനും കഴിയണമെങ്കിൽ നമുക്ക് അകത്തുള്ള, അല്ലെങ്കിൽ നമ്മൾ ആയിട്ടാണോ നിലനിൽക്കുന്നത് അതെല്ലാം തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, ഒരു ഏകോപനം സംഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പുറമേ നിന്നും നമ്മളിലേക്ക് വന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണുക. സത്യത്തിൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ അകത്തു നിന്നും നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം എങ്ങനെ വന്നാലും നമുക്ക് നാലുകാലിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഞാനെന്ന വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ശരീരം, അതായത് എൻ്റെ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും എൻ്റെ ഓർമ്മകളും ശേഷികളും അതിൽ നിന്നുണ്ടാകുന്ന ബോധ്യങ്ങളും എല്ലാം ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ഏകോപനം സംഭവിക്കണമെങ്കിൽ ഇന്ന് നമുക്കതിന് പരിശീലനം ആവശ്യമാണെന്നുള്ളൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം മനുഷ്യൻ അവന്റെ സഹജമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും മാറി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, അല്ലെങ്കിൽ മനുഷ്യനെ ബുദ്ധി അല്ലെങ്കിൽ അവന്റെ യുക്തി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. നമ്മൾ ജനറ്റിക്കലി തന്നെ മാറിപ്പോയ ഒരവസ്ഥയുണ്ട്. യുക്തി നമ്മളെ നയിക്കുന്ന ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. യുക്തി തന്നെ നമ്മുടെ ഋതമായിട്ട്, താളമായിട്ട് മാറിയ ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ അകത്തു നിന്നുണ്ടാകുന്ന സംവേദനങ്ങളും ചോദനകളും ഈ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ അതിൽ കയറി ബുദ്ധി ഇടപെട്ട് നമ്മളെ നയിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു അവസ്ഥ ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ചുറ്റുപാടുമായിട്ട് എപ്പോഴും യോജിച്ചു പോകാൻ കഴിയാതെ വരുന്നത്. നമ്മുടെ ജീവിതത്തില് നമുക്ക് ആകെയും ചെയ്യാനുള്ളത് നമ്മുടെ ചുറ്റുപാടുമായിട്ട്, നമ്മൾ എവിടെ നിലനിൽക്കുന്നു അവിടവുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സാധിക്കാതെ വരുന്നെങ്കിൽ നമ്മളാണ് അതിന്റെ എല്ലാ കോൺസിക്വൻസസും അനുഭവിക്കുന്നത്. നമുക്കാണ് അതിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മുടെ പുറത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അപ്പുറത്തുള്ള യാതൊന്നിനും അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ ബാധിക്കാതെ
നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ എവിടെയും നമുക്ക് പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു ഏകോപനം, നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമുള്ള ഒരു ഏകോപനം സംഭവിക്കേണ്ടതുണ്ട്. അപ്പം ഇത് സംഭവിക്കാനായിട്ട് അനുവദിക്കാൻ നമ്മുടെ അവബോധത്തെയും ഉപബോധത്തെയും ഒക്കെ ശരിയാവണ്ണം പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനായിട്ട് ഏട്ടൻ പറഞ്ഞതുപോലെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു പരിശീലനം, ഒരുപക്ഷെ നമ്മുടെ ഗുരുക്കന്മാരെല്ലാം സാധന എന്ന് പറഞ്ഞു നൽകുന്നതെല്ലാം ഇതിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനായിട്ടാണ്. അപ്പോൾ ആ ഒരു നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ നമുക്ക് ഏവർക്കും സാധ്യമായത്ര നമ്മളെ അറിഞ്ഞ് നമ്മുടെ ചുറ്റുപാടുമായിട്ടും ഇണങ്ങി പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ലൊരു സെഷനായിരുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. ശുഭദിനം.